ഹായ് ഹലോ ഫ്രണ്ട്സ്, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഇംഗ്ലണ്ടിന്റെ തെക്കൻ തീരത്തുള്ള ലോക പ്രശസ്തമായ ഒരു പ്രകൃതി തീർത്ത അത്ഭുതത്തിനരികിലാണ്. ഇതാണ് ഡാർഡിൽ ഡോർ. ഡാർഡിൽ ഡോർ സ്ഥിതി ചെയ്യുന്നത് ഡോർസെറ്റ് എന്ന പ്രദേശത്താണ്. ഡേർഡിൽ ഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാവിഗേറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെന്നെത്തി നിൽക്കുന്നത് ഈ ഒരു കാർ പാർക്കിംഗ് ഏരിയയിലാണ്. ഒരു വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഹോളിഡേ അക്കോമഡേഷൻസ് ഉണ്ട്. ഒരു ചെറിയ ടീ ഹട്ട് ഉണ്ട്. അതുപോലെ തന്നെ സമ്മർ ടൈമിലാണെങ്കിൽ ഇവിടെ ബോട്ടിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചേച്ചി അവിടെ ഇരുന്ന് എല്ലാവർക്കും ഹലോ പറയുന്നുണ്ട് കേട്ടോ. എല്ലാരും ചേച്ചിക്കും കൂടെ ഒരു ഹലോ പറഞ്ഞേ. ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ താഴെ ബീച്ചിലേക്ക് പോകണം. നമ്മളിപ്പം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. മൊബിലിറ്റി ഇഷ്യൂസ് ഉള്ളവർക്കും വീൽ ചെയർ യൂസ് ചെയ്യുന്നവർക്കും ഒന്നും ഈ വഴി കൂടെ താഴേക്ക് എത്താൻ പറ്റില്ല. ഒരു വളരെ ദുർഘടമായ പാതയാണ്. അത് തന്നെയാണ് അതിന്റെ വൈബും. നമ്മൾ അങ്ങനെ ഒരു പാതയിൽ കൂടി താഴെ ബീച്ചിലേക്ക് പോകുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഡോർസെറ്റ് എന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഡോർസെറ്റ് ഇത് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ജുറാസിക് കോസ്റ്റിന്റെ ഭാഗമാണ് ഈ ഡേർഡിൽ ഡൂർ എന്ന് പറയുന്ന ബീച്ച്. നമ്മളിപ്പോ അവിടെ പോയത് ജാനുവരി 30th അപ്പൊ ഈ വിന്റർ ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. 2 years ബാക്ക് ഞങ്ങൾ സമ്മറിൽ അവിടെ പോയിരുന്നു. അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അവരെയും കൊണ്ടാണ് പോയത് ഞങ്ങൾ അവിടെ. ആ സമയത്ത് ഭയങ്കര റഷ് ആയിരുന്നു. ഇപ്പൊ ഹൈ ടൈഡ് ആണ്. അപ്പൊ അത് കാരണം ബീച്ചിലേക്ക് വെള്ളം കയറി കിടക്കുവാണ്. അല്ലെങ്കിൽ സാധാരണ നമുക്ക് ആ കോസ്റ്റിലേക്ക് ഇറങ്ങി ബീച്ചിലേക്ക് ഇറങ്ങി അവിടെ ധാരാളം ആൾക്കാർ എപ്പോഴും പിക്നിക്കിനൊക്കെ വരുന്ന സ്ഥലമാണ്. സമ്മർ സമയത്ത് ഭയങ്കര റഷാണ് അവിടെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു റഷ് ഉള്ള സമയത്ത് ഇവിടെ വരുന്നത് അത്ര ഇഷ്ടമില്ല. പിന്നെ അന്ന് അച്ഛനും അമ്മയും ഉള്ള സമയമായതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അവരും റിയലി എൻജോയ് ചെയ്തു. അമ്മയും അച്ഛനും താഴത്തെ ബീച്ചിലേക്ക് ഇറങ്ങിയില്ല. അവര് മുകളിൽ നിന്ന് കാഴ്ചകൾ കണ്ടതേ ഉള്ളൂ. താഴത്തെ ബീച്ചിലേക്ക് ഇറങ്ങണമെങ്കിൽ സ്റ്റെപ്സ് ഉണ്ട്. അത് 143 സ്റ്റെപ്സ് ആണ് താഴേക്ക് ഇറങ്ങാനായിട്ട്. അതും മൊബിലിറ്റി ഇഷ്യൂസ് ഉള്ളവർക്ക്, കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ചേച്ചി ഇന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കൂടെ വന്നേക്കുന്നത്. കടലിന്റെ ശബ്ദവും കാറ്റിന്റെ തണുപ്പും പാറകളുടെ നിശബ്ദതയും എല്ലാം കൂടെ ചേർന്ന് ഒരു വല്ലാത്തൊരു വൈബാണ് ഇവിടെ. ആയിരക്കണക്കിന് വർഷങ്ങളായി കടലിലെ തിരമാലകളും കാറ്റും ചേർന്ന് രൂപം നൽകിയ ഒരു പ്രകൃതിദത്ത ലൈംസ്റ്റോൺ വാതിലാണ് ഈ ഡേർഡിൽ ഡോർ എന്നറിയപ്പെടുന്നത്. ഡേർഡിൽ എന്ന പേര് പഴയ ഇംഗ്ലീഷ് വാക്കായ തിറിൽ എന്ന വാക്കിൽ നിന്നാണ് വന്നത്. അതിന്റെ അർത്ഥം തുളച്ചു കടക്കുക എന്നാണ്. അതായത് പാറ തുളച്ച് രൂപപ്പെട്ട ഒരു വാതിൽ. ഈ തീരത്ത് നിന്ന് ദിനോസറുകളുടെ ഫോസിലുകൾ വരെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോസ്റ്റിന് ജുറാസിക് കോസ്റ്റ് എന്ന പേര് വരാനും കാരണം. നമ്മുടെ ചേച്ചി ചാലഞ്ച് ഏറ്റെടുത്ത് താഴേക്ക് ഇറങ്ങുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, താഴേക്ക് ഇറങ്ങാൻ 143 സ്റ്റെയർസ് ആണ്. എന്നാലും ചേച്ചി ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് താഴേക്ക് പോവാണ്. സ്റ്റെപ്പൊക്കെ കുറച്ച് വഴുക്കി കിടക്കുവാണ്. കാരണം ഇപ്പൊ തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് ചള്ളയൊക്കെ കെട്ടിയിട്ടുണ്ട്. അത്ര സുഖമുള്ള ഒരു സ്റ്റെപ്പൊന്നും അല്ല നമുക്ക് താഴേക്ക് പോകാൻ. എന്നാലും സൂക്ഷിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീഴത്തൊന്നുമില്ല. തിരിച്ചു കയറി വരാൻ ചേച്ചിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു. എന്നാലും വിട്ടുകൊടുക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ചേച്ചി താഴേക്ക് പോവാണ്. നമുക്ക് നോക്കാം ചേച്ചിക്ക് എവിടം വരെ പോകാൻ പറ്റുമെന്ന്. താഴേക്കുള്ള സ്റ്റെപ്പുകളെല്ലാം തന്നെ നന്നായിട്ട് വഴുക്കലുണ്ട്. അപ്പൊ നമ്മൾ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി അവിടെ നിന്നോളാൻ പറഞ്ഞു. ഞങ്ങൾ താഴെ പോയിട്ട് തിരിച്ച് ചേച്ചിയെ മുകളിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ചേച്ചി അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ 4 പേരും കൂടി താഴേക്ക് പോവാണ്.
ചേച്ചിയെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് സുണ്ടേട്ടൻ കൈപിടിച്ച് മാറ്റി നിർത്തുവാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ താഴേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ 2 വർഷം മുമ്പ് ആ സമ്മറിൽ വന്നപ്പോൾ ഈ ബീച്ച് നിറയെ ആൾക്കാരായിരുന്നു. അപ്പോൾ ലോ ടൈഡ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഹൈ ടൈഡ് ആണ്. അതാണ് വെള്ളം മുകളിൽ വരെ ഇങ്ങനെ കയറി കിടക്കുന്നത്. അല്ലെങ്കിൽ നല്ല ബീച്ചാണ് ഇവിടെ. ധാരാളം ആൾക്കാർ അന്ന് ഇവിടെ പിക്നിക് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരി കുട്ടികളും ഒക്കെ വളരെ നന്നായിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സമ്മറിൽ ഇവിടുത്തെ വൈബ് ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇവിടെ സമ്മർ ആകുമ്പോൾ നല്ല റഷ് ആവും. അപ്പോൾ കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ബീച്ചാണ്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ ആകർഷിക്കുന്ന ഒരു മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമായി ഡേർഡിൽഡോർ മാറിയിട്ടുണ്ട്. കടലും ആകാശവും പാറകളും ചേർന്ന് നൽകുന്ന ഈ മനോഹരമായ കാഴ്ച ഒരു വല്ലാത്ത വൈബ് തന്നെയാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 3:30 കഴിഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് സൺസെറ്റിനുള്ള സമയമായി വരുന്നു. അതാണ് കുറച്ച് മങ്ങി കിടക്കുന്ന ആകാശം. ചേച്ചിയെ പകുതിക്ക് നിർത്തിയിട്ട് വന്നത് കാരണം ഞങ്ങൾ അധികം ബീച്ചിൽ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല. ഞങ്ങൾ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. ചേച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇതിനായിട്ടും പറയുന്നുണ്ട്, നീ വഴിക്ക് വീഴാതെ സൂക്ഷിച്ച് ഫോണൊക്കെ പോക്കറ്റ് വെച്ചിട്ട് കയറി വായോ എന്ന് പറയുവാണ് എന്നോട്. ഈ ഡേർഡിൽഡോറും ജുറാസിക് കോസ്റ്റും ഒക്കെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? എന്നാൽ നിങ്ങളത് വിശ്വസിച്ചേ മതിയാകൂ. ഇത് ഇവിടുത്തെ വെൽത്ത് ഫാമിലിയുടേതാണ്. അത് ലൽവർത്ത് എസ്റ്റേറ്റിന്റെ ഭാഗമാണ്. എന്നാൽ ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ നിയറസ്റ്റ് ടൗൺ എന്ന് പറയുന്നത് വെസ്റ്റ് ലൽവർത്ത് ആണ്. ഡേർഡിൽഡോറിന് ചുറ്റുമുള്ള ലാൻഡ്സ്കേപ്പ് നിരവധി മൂവീസിന്റെ പ്രൈം ലൊക്കേഷൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ദിനം പ്രതി ധാരാളം പേർ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ റീൽ ഷൂട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവിടെ എത്തുന്നുണ്ട്. ഇത് ഡേർഡിൽഡോറിനോട് ചേർന്നുള്ള മനോവർ ബീച്ച് ആണ്. രണ്ടിന്റെയും കാർ പാർക്ക് ഒന്ന് തന്നെയാണ്. ഈ ബീച്ചിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു ഏകദേശം 150 സ്റ്റെപ്സ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്, സ്ലിപ്പറി ആണ് അവിടെ. ഇപ്പോൾ മഴയും വെള്ളമൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ താഴോട്ട് പോകാൻ ട്രൈ ചെയ്തില്ല. ധാരാളം ആൾക്കാർ താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ ബീച്ചിൽ സ്വിമ്മിംഗ് ഒക്കെ അലൗഡ് ആണ്. ഇപ്പൊ പക്ഷെ ഹൈ ടൈഡ് ആയതുകൊണ്ട് ആരും സ്വിം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ സമ്മറിൽ വന്നിട്ടുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ ഇവിടെ സ്വിം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ജൂലൈ ടു സെപ്റ്റംബർ ആണ്. പക്ഷേ വളരെ റഷ് ആയിരിക്കും ആ സമയത്ത്. എന്നാലും ഏറ്റവും പറ്റിയ കാലാവസ്ഥ ഇവിടെ കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ ആ സമയം തന്നെയാണ്. അങ്ങ് ദൂരെ കാണുന്നത് ഇവിടുത്തെ ഒരു ലക്ഷറി സീ വ്യൂ ഹോട്ടലാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് മുകളിലേക്ക് നടന്നു പോവുകയാണ്. നമ്മുടെ കാർ പാർക്കിലേക്ക് പോവുകയാണ്. കണ്ടില്ലേ ഈ വഴി കൂടെ എങ്ങനെയാ വീൽ ചെയർ മൊബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ നടന്നു വരുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.